ഹായ് ഹലോ. വെറുതെ ഇരുന്നപ്പോൾ താഴെ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണ്. ദാ ഈ കണ്ടായിരുന്നു. ഹായ് ഹലോ. ഇതെന്നാ സംഭവം എന്നറിയാം. ഇതാണ് കുറ്റിപ്പാണലിൻ്റെ കായാണത്. ഈ സംഭവം കണ്ടോ? ഒരു മരത്തെ വള്ളി പോലെ തൂങ്ങി കിടന്നിക്കുന്ന കായ. എന്താ കായെന്നൊന്നും അറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, അടുത്ത് കാണിക്കാം. എന്താ ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. വെറുതെ കിളികളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് നോക്കാൻ പോയതാ താഴത്തെ കാട് വനത്തിനകത്തേക്ക്. വനമൊന്നുമല്ല, കണ്ടമായിരുന്നു. അപ്പം റാംബോ മുന്നിൽ ഓടുന്നുണ്ട്. അതൊരു ഉപകാരമല്ലോ, പാമ്പോ ചെമ്പോ കൊണ്ട് അവൻ കണ്ടുപിടിച്ചോളും. കണ്ടൽക്കാട് പോലത്തെ കാടാ, കണ്ടമാണേ. അവിടെ മഴക്കാലത്ത് വെള്ളം കയറി നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ മുഴുവൻ കാടും വള്ളിയും പടലയും കൂടും കിളികളുടെ കൂടും എല്ലാമാണ്. അപ്പോൾ അവിടുന്ന് നിർത്താതെയുള്ള എന്തോ കിളികളുടെ കരച്ചിൽ കേട്ട് നോക്കാൻ പോയതാ. കൂടുണ്ടോ മുട്ടയുണ്ടോ എന്നൊക്കെ നോക്കാൻ പോയപ്പം ഇതുണ്ടോ, ഒരു മരം ഉണ്ടായിട്ട് അതിൻ്റെ ചൂട് മൊത്തം വേരുമായിട്ട് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. കണ്ട് ഞങ്ങളിങ്ങനെ, ഞാനും മോളും റാംബോയും കൂടി ആയിരുന്നേ ഇറങ്ങിയത്. ഇതിനകത്തൂടെയൊക്കെ നടക്കാനേ പേടിയാണ്, എന്നാലും നല്ല ഒരു ഭംഗിയുണ്ട് ഇതിനകത്തൂടെയൊക്കെ നടക്കാനായിട്ട്. ഈ നേരത്തെ പേരയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പേര നിറയും പേരയ്ക്കായൊക്കെ കായ്ക്കുമായിരുന്നു. ഇപ്പം അതിലൊന്നും പേരയ്ക്ക കാണുന്നില്ല. കിളികളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു. ഞാനും ഇറങ്ങിപ്പോയി പേരയ്ക്കയൊക്കെ പറിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പേരയിലൊന്നും പേരയ്ക്ക കാണുന്നില്ല. പിന്നെ ഒരു വലിയ പേരയുണ്ടായിരുന്നു, ആ പേര മറിഞ്ഞു പോവുകയും ചെയ്ത്.